ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേൾഡ് ചാമ്പ്യൻ ജെയ് ഉസോ, പോൾ ഹേമൻ ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിനെ പറ്റി പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡ് അത്ര വലിയ ഷോ ആയിട്ടൊന്നും തോന്നിയില്ല. അതായത് സ്റ്റാർട്ടിംഗ് സെഗ്മെന്റും മെയിൻ ഇവന്റ് മാച്ചും വേറെ ലെവലായിട്ടുണ്ട്, ബാക്കിയെല്ലാം കണക്കായിരുന്നു. ഇനി ഈ റോ എപ്പിസോഡിൽ ഇവർ എന്താണ് സംസാരിച്ചത് എന്ന് പറയാം. ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻ ജെയ് ഉസോ വന്നുകൊണ്ട് ചാമ്പ്യൻഷിപ്പുമായി സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പോൾ ഹേമൻ വന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഈ സെഗ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജെയ് ഉസോ പറയുന്നുണ്ട്, പോൾ ഹേമൻ റസൽമേനിയ നൈറ്റ് 1 റോമൻ റെയിൻസിനെ ചതിച്ചുകൊണ്ട് സെത്ത് റോളൻസിന്റെ കൂടെ ചേർന്ന കാര്യത്തെ പറ്റിയെല്ലാം, അതായത് റോമൻ റെയിൻസിനെ ചതിക്കാൻ എങ്ങനെയാണ് മനസ്സ് വന്നത് എന്നൊക്കെ ജെയ് ഉസോ ചോദിക്കുന്നുണ്ട്. അതിന് പോൾ ഹേമൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: കഴിഞ്ഞ 5 വർഷമായിട്ട് ബ്ലഡ് ലൈൻ ടീം അല്ലെങ്കിൽ റോമൻ റെയിൻസിന്റെ കൂടെ താനുണ്ട് എന്നും താൻ റോമൻ റെയിൻസിന്റെ കൂടെയുള്ള സമയത്താണ് റോമൻ റെയിൻസ് 1316 ദിവസത്തേക്ക് WWE ചാമ്പ്യനൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത് എന്നും താനില്ലായിരുന്നുവെങ്കിൽ അത് ചിലപ്പോൾ റോമൻ റെയിൻസിന് സാധിക്കില്ല, എൻ്റെ ഒരുപാട് സഹായങ്ങൾ അതിൽ ഉണ്ടായിരുന്നു, റോമൻ റെയിൻസ് അല്ലെങ്കിൽ ബ്ലഡ് ലൈനിനെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ഞാനാണ്, പക്ഷെ അങ്ങനെയുള്ള എന്നോട് റോമൻ റെയിൻസ് ചെയ്തതൊട്ടും ശരിയായില്ല എന്ന ടൈപ്പിലാണ് പോൾ ഹേമൻ സംസാരിച്ചെത്തിയത്. അതായത് കോഡി റോഡ്സിന്റെ കൂടെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് തോറ്റതിന് ശേഷം റസൽമേനിയ കഴിഞ്ഞ് സോളോ സിക്കാവയ്ക്കെല്ലാം ഇട്ടുകൊടുത്തുകൊണ്ട് റോമൻ റെയിൻസ് പോയി എന്നാണ് പറഞ്ഞത്. പിന്നീട് അവർ കമന്ററി ടേബിളിന്റെ മുകളിലേക്കെല്ലാം എടുത്തടിച്ച കാര്യത്തെ പറ്റിയൊക്കെ പോൾ ഹേമൻ ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ CM പങ്കിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: 10 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ CM പങ്കിന്റെയും കൂടെയായിരുന്നു, പക്ഷെ അവനും എന്നെ ഉപേക്ഷിച്ച് പോയി എന്നൊക്കെയാണ് പോൾ ഹേമൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സെഗ്മെന്റ് കൊണ്ട് ഏകദേശം ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അതുപോലെ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് മറ്റൊരു കാര്യത്തിനാണ്, അതായത് റോമനെ പറ്റി സംസാരിക്കാനോ CM പങ്കിനെ പറ്റി സംസാരിക്കാനോ അല്ല എന്ന് പോൾ ഹേമൻ പറയുന്നുണ്ട്. അപ്പോൾ ആ മറ്റൊരു കാര്യം മറ്റൊന്നുമല്ല, സെത്ത് റോളൻസിന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് വേണം എന്നാണ് പറഞ്ഞത്. അതായത് ഏത് ഷോയിലായാലും കുഴപ്പമില്ല, ഏത് സമയത്തായാലും കുഴപ്പമില്ല, സെത്തിന് ചാമ്പ്യൻഷിപ്പ് വേണമെന്ന്. എന്നിട്ട് പോൾ ഹേമൻ പോകാൻ തുടങ്ങുന്ന സമയത്ത് ജെയ് ഉസോ ആ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സെത്ത് റോളൻസുമായിട്ട് ഇന്ന് റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് ഇവർക്ക് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്ത് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇതിനേക്കാൾ കൂടുതൽ ഇവർ സംസാരിച്ചിട്ടുണ്ട്, മെയിനായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ സെഗ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ബാക്ക് സ്റ്റേജിൽ പോൾ ഹേമൻ സെത്ത് റോളൻസ് കണ്ട് സംസാരിച്ചു. അപ്പോൾ സെത്ത് റോളൻസിന് ചാമ്പ്യൻഷിപ്പ് അവസരം വാങ്ങിക്കൊടുത്ത കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് സെത്ത് അവിടെ നിന്നും പോയതിനു ശേഷം പോൾ ഹേമൻ ബ്രോൺ ബ്രേക്കറിനോട് പറയുന്നുണ്ട്, സെത്ത് റോളൻസ് ഈ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യേണ്ടത് ഇപ്പം അത്യാവശ്യമാണ്, ഈ ഒരു ചാമ്പ്യൻഷിപ്പ് അവരെല്ലാം നമ്മുടെ കയ്യിൽ വേണം എന്നൊക്കെ. അതുപോലെ ലോഗൻ പോൾ എല്ലാം ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ നീ നോക്കണം, റോമൻ റെയിൻസ് വന്നാലും CM പങ്ക് വന്നാലും സാമി സൈൻ വന്നാലും അവരെയെല്ലാം നീയാണ് ശ്രദ്ധിക്കേണ്ടത്, നിന്നെയും ഭാവിയിൽ ചാമ്പ്യനാക്കാം, ഈ ഒരു ടൈപ്പിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് പെൻഡ വേഴ്സസ് JD മെക്കാനിക് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ ഫിൻ ബാലർ എല്ലാം ചീറ്റ് ചെയ്യാൻ നോക്കിയ സമയത്ത് റഫറി അത് കണ്ടുപിടിച്ച് അവരോട് ബാക്ക് സ്റ്റേജിലേക്ക് പോകാനായിട്ടെല്ലാം പറഞ്ഞു. അതുപോലെ പെൻഡ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ചാറ്റ് കേബിളും വന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. പിന്നീട് പെൻഡ JD മെക്കാനിക്കിന് ഒരു മെക്സിക്കൻ ഡിസ്ട്രോയർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ പെൻഡയാണ് വിൻ ചെയ്തത്. പിന്നീട് ഷെയ്മസ് റിട്ടേൺ ചെയ്ത് ഒരു മാച്ച് ചെയ്തു, അതായത് ഷെയ്മസ് വേഴ്സസ് ആസ്റ്റിൻ തിയറി. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ഷെയ്മസ് ആസ്റ്റിൻ തിയറിയെ വൈറ്റ് നോയ്സ് അതുപോലെ തന്നെ ഷെയ്മസിന്റെ ഫിനിഷിംഗ് മൂവായ ബ്രോഗിക്കെല്ലാം ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഷെയ്മസ് ആണ് വിൻ ചെയ്തത്. പിന്നീട് ജഡ്ജ്മെന്റ് ഡേ ടീമിന്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ലിവ് മോർഗനെ കാണാൻ സാധിക്കില്ല, ലിവ് മോർഗൻ ഡ്രൂ മെക്കിൻറ്റയർ ഒരു സിനിമയുടെ ഭാഗമായിട്ട് പോയേക്കാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ AJ സ്റ്റൈൽസ് ഒക്കെ വന്നുകൊണ്ട് പറയുന്നത് ബാക്ക് ക്ലാഷിന് ശേഷം IC ചാമ്പ്യൻഷിപ്പ് മാച്ച് അടുത്തതായിട്ട് എനിക്കാണ് വേണ്ടത് എന്നൊക്കെയാണ് ഡൊമിനിക്കിനോട് AJ പറയുന്നത്. പിന്നീട് അവിടെ നിന്നും AJ പോകുന്ന സമയത്ത് AJ സ്റ്റൈൽസിനെ നോക്കാനായിട്ട് ഫിൻ ബാലറിനോട് എല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് നെക്സ്റ്റ് വീക്ക് ഫിൻ ബാലർ AJ സ്റ്റൈൽസ് ഇവർക്ക് മാച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ പെൻഡ വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ IC ചാമ്പ്യൻഷിപ്പ് ബാക്ക് ക്ലാഷിലും കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് ബെക്കി ലഞ്ച് IC ചാമ്പ്യൻ ലൈറ വാൽക്കീരിയ ഇവരുടെ സെഗ്മെന്റ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് ഇന്ന് പറയാൻ ടൈമില്ല, അതുപോലെ ഈ സെഗ്മെന്റ് അത്രയ്ക്ക് സെറ്റായിട്ടൊന്നും തോന്നിയില്ല. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ബെക്കി ലഞ്ച് ലൈറ വാൽക്കീരിയനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അവർ ബെക്കി ലഞ്ചിനെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് ഫിനിഷറെല്ലാം ചെയ്ത് അവിടെ നിന്നും പോയി. പിന്നീട് വുമൻസ് വേൾഡ് ചാമ്പ്യൻ ഇയോ സ്കൈ ഫോഴ്സസ് റോക്സാൻ പെരസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ രണ്ടുപേരും നന്നായി തന്നെ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്.
മാച്ചിന്റെ അവസാനത്തിൽ മാറി മാറി ഇവര് റോൾ പിൻ ചെയ്യുന്നതായിട്ടും, എന്നാൽ ഒരു സമയം ഇയോ സ്കൈ റോൾ പിൻ ചെയ്തപ്പോൾ റോക്സാൻ പെരസ് ആ ഒരു മാച്ച് തോറ്റുപോയി. തോറ്റതിന് ശേഷം റെസ്പെക്ട് ചെയ്യുന്നത് പോലെ കാണിച്ചുകൊണ്ട് ഷെയ്ക്കൻഡ് എല്ലാം കൊടുത്ത് റോക്സാൻ പെരസ് റിങ് വിട്ട് പോയി. അതിനുശേഷം സംഭവിച്ചത് ജൂലിയ അവിടെ വന്നുകൊണ്ട് ഇയോ സ്കൈനെ അറ്റാക്ക് ചെയ്തു. പിന്നീട് റോക്സാൻ പെരസും ജോയിൻ ചെയ്തുകൊണ്ട് ഇവര് രണ്ടുപേരും ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു ഇയോ സ്കൈനെ. നെക്സ്റ്റ് വീക്ക് ഇയോ സ്കൈ ആൻഡ് റിയ റിപ്ലി വേഴ്സസ് റോക്സാൻ പെരസ് ആൻഡ് ജൂലിയ ഇവർക്കൊരു ടാഗ് ടീം മാച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് റുസേവ് വേഴ്സസ് ഓട്ടീസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. മാച്ചിന്റെ അവസാനത്തിൽ റുസേവ് തന്നെയാണ് വിൻ ചെയ്തത്, അതായത് സബ്മിഷൻ ലോക്ക് എല്ലാം ഉപയോഗിച്ചുകൊണ്ട്. പിന്നീട് അക്കീറോ ടൊസാവ കയറി ചാലഞ്ച് ചെയ്യുന്നത് പോലെയും റുസേവ് റിങ് വിട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ട് വീണ്ടും തിരികെ വന്ന് അക്കീറോ ടൊസാവനെയും അതുപോലെ തന്നെ ഒട്ടീസിനെയും വീണ്ടും അറ്റാക്ക് ചെയ്തു. പിന്നീട് പാറ്റ് മെക്കാഫി, ഗന്ധർ ഇവരുടെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിനെ പറ്റിയും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, വെറുതെ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ലോങ് ആയിട്ടൊക്കെ ഈ സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റ് മാച്ചിനെ പറ്റി പറയാം. മെയിൻ ഇവന്റ് മാച്ചായി നടന്നത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. വേൾഡ് ചാമ്പ്യൻ ജെയ് യൂസോ വേഴ്സസ് സെത്ത് റോളിൻസ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് ഈ മാച്ച് വെക്കും എന്ന് വിചാരിച്ചില്ല. മാച്ച് വേറെ ലെവലായിട്ടുണ്ടായിരുന്നു. അതായത് മാച്ചിന്റെ പകുതിക്ക് തൊട്ടാണ് മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയത്. മാച്ചിന്റെ അവസാനത്തിൽ സെത്തിനെ സ്പിയർ ചെയ്യാൻ വേണ്ടി ജെയ്സോ നോക്കിയപ്പോൾ സെത്ത് റോമന്റെ മാച്ചിൽ ചെയ്യുന്നത് പോലെ തന്നെ പിടികിരി വെച്ചുകൊണ്ട് ആ ഒരു സ്പിയർ റിവേഴ്സ് ചെയ്തു. പക്ഷെ ജെയ്സോ കിക്കൗട്ട് ചെയ്ത് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അതുപോലെ തന്നെ ഈ മാച്ചിൽ സാമി സൈൻ എല്ലാം വന്ന സമയത്ത് സെത്ത് റോളൻസിനെ ജെയ്സോ സൂപ്പർ കിക്കും അതുപോലെ തന്നെ സ്പിയറും ജെയ്സോയുടെ ഫിനിഷറും കൊടുത്ത് പിൻ ചെയ്തപ്പോൾ സെത്ത് അതും കിക്കൗട്ട് ചെയ്ത് മാച്ച് വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയി. പിന്നീട് സാമി സൈനെ ബ്രോൺ ബ്രേക്കർ സ്പിയർ എല്ലാം ചെയ്ത് അറ്റാക്ക് ചെയ്തു. അതുപോലെ തന്നെ ജെയ്സോനെയും റെഫറി കാണാതെ ബ്രോൺ ബ്രേക്കർ സ്പിയർ ചെയ്ത് സെത്തിന് ഇട്ട് കൊടുത്ത് സെത്ത് അങ്ങനെ തന്നെ അങ്ങനെ കേൾ സ്റ്റംപ് ചെയ്ത സമയത്ത് സെത്ത് വിൻ ചെയ്തു എന്ന് 100% ഉറപ്പിച്ച പോലെയായിരുന്നു. കാരണം 2 കേൾ സ്റ്റംപാണ് കിട്ടിയിട്ടുള്ളത്, അതുപോലെ ബ്രോൺ ബ്രേക്കറിന്റെ സ്പിയറും. അപ്പോൾ എന്തായാലും സെത്ത് വിൻ ചെയ്തു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് CM പങ്കിന്റെ തീം മ്യൂസിക് പ്ലേ ആയത്. CM പങ്ക് അവിടെ വന്നുകൊണ്ട് ബ്രോൺ ബ്രേക്കറിനെ ചെയറെല്ലാം വെച്ച് അറ്റാക്ക് ചെയ്തു. അതുപോലെ സെത്ത് റോളൻസിനെയും ചെയർ ഷോട്ട് എല്ലാം ചെയ്ത് ഈ ഒരു മാച്ച് തന്നെ സ്റ്റോപ്പാക്കി. അപ്പോൾ ഇതാണ് മെയിൻ ഇവന്റിൽ സംഭവിച്ചത്. അതായത് നല്ല വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാച്ചിന്റെ അവസാനത്തിൽ നമ്മളെല്ലാം വിചാരിച്ചതുപോലെ CM പങ്ക് അല്ലെങ്കിൽ റോമൻ വരും എന്നായിരുന്നു. അപ്പോൾ അതിൽ റോമൻ വരില്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ജസ്റ്റ് അങ്ങനെയൊന്ന് വിചാരിച്ചു, പക്ഷെ CM പങ്ക് തന്നെയാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡ് സ്റ്റാർട്ടിംഗ് സെഗ്മെന്റും മെയിൻ ഇവന്റും അല്ലാതെ ബാക്കിയൊന്നും ഒട്ടങ്ങോട്ട് സെറ്റായില്ല. പെൻഡയുടെ മാച്ചൊക്കെ ഓക്കെ, ബാക്കിയെല്ലാം ഭയങ്കരമായിട്ട് ബോറിംഗ് പോലെയാണ് ഇന്ന് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ ഇതെൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാറോ എപ്പിസോഡിനെ പറ്റി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ, താങ്ക്സ് സോ മച്ച്.